10 പ്രതികളിൽ ദിലീപ് ഉൾപ്പെടെ 4 പേരെ കുറ്റവിമുക്തരാക്കിയതോടെ കേസിൽ പ്രോസിക്യൂഷന് പാളിച്ചയുണ്ടായോ എന്ന ചോദ്യവും ഉയരുകയാണ്. പ്രോസിക്യൂഷൻ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കാത്തിരുന്ന കേസിലാണ് ഈ തിരിച്ചടിയുണ്ടായത്. ക്രിമിനൽ കേസുകളിൽ തെളിയിക്കപ്പെടാൻ സാധ്യത കുറവുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ളതുമാണ് ക്രിമിനൽ ഗൂഢാലോചനാ കുറ്റം. തെളിവുകൾ ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടേക്കാം, തെളിവുകൾ ഇല്ലെങ്കിൽ വെറുതെ വിടുകയും ചെയ്യാം. ഇവിടെ മതിയായ തെളിവുകൾ ഉണ്ട് എന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെ പ്രതികൾ എല്ലാവരും തന്നെ ശിക്ഷിക്കപ്പെടുമെന്നും പ്രോസിക്യൂഷൻ കരുതി. ഈ കേസിലല്ലെങ്കിൽ പിന്നെ ഏത് കേസിൽ എന്നുവരെയായിരുന്നു പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സ്വകാര്യ സംഭാഷണങ്ങളിൽ അടക്കം ചോദിച്ചത്. അത്ര ആത്മവിശ്വാസത്തോടെ പോയ കേസിലാണ് ദിലീപ് ഉൾപ്പെടെ കേസിലെ 4 പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടത്. പ്രോസിക്യൂഷന് വീഴ്ചയുണ്ടായോ എന്നതിൽ വ്യക്തത വരണമെങ്കിൽ വെള്ളിയാഴ്ച വിധിന്യായം പുറത്തു വരേണ്ടതുണ്ട്. എങ്കിലും ആദ്യ അന്വേഷണത്തിൽ ക്രിമിനൽ ഗൂഢാലോചന എന്നതിലേക്ക് അന്വേഷണം ഉണ്ടായതേയില്ല. മറ്റൊന്ന്, ദിലീപിനെതിരായ കുറ്റങ്ങൾ സംശയാതീതമായി തെളിയിക്കപ്പെടാൻ കഴിഞ്ഞില്ല എന്നതായിരിക്കാം. പ്രോസിക്യൂഷൻ ദുർബലമായിരുന്നു തുടങ്ങിയ വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്നെങ്കിലും ഉയരുന്നുണ്ട്. പ്രോസിക്യൂഷൻ ദുർബലമായിരുന്നോ അതോ പ്രതിഭാഗം കൃത്യമായി ഡിഫെൻഡ് ചെയ്തതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യണമെങ്കിൽ വിധിപ്പകർപ്പ് പുറത്തു വരേണ്ടതുണ്ട്. ഗ്യാങ് റേപ്പ് കേസിൽ ഇരയുടെ മൊഴി മാത്രം മതി പലപ്പോഴും പ്രതികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കാൻ. പക്ഷേ ഇവിടെ അതുണ്ടായില്ലെന്ന് കാണാം. 261 സാക്ഷികളെയാണ് ഈ കേസിൽ പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. ചില സാക്ഷികളുടെ കൂറുമാറ്റം കേസിൻ്റെ വിധിയെ എത്രമാത്രം ബാധിച്ചു എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. ദിലീപിന് നടിയോടുണ്ടായിരുന്ന വ്യക്തിവിരോധമാണ് കൊട്ടേഷന് പിന്നിൽ എന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ വ്യക്തിവൈരാഗ്യം തെളിയിക്കുന്നതിനായി ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരുടെ മൊഴി ഉൾപ്പെടെ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. പക്ഷേ ഇവരിൽ പിന്നീട് പലരും മൊഴി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് പ്രോസിക്യൂഷന് തിരിച്ചടിയായി എന്ന് കരുതാം. ദിലീപിനെതിരെ പ്രഥമദൃഷ്ട്യാ മെറ്റീരിയൽ എവിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞാണ് ഹൈക്കോടതി ആദ്യ 2 തവണ ദിലീപിൻ്റെ ജാമ്യാപേക്ഷ നിഷേധിച്ചത്. പക്ഷേ ആ മെറ്റീരിയൽ എവിഡൻസ് എവിടെ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അത് വിചാരണ കോടതിക്ക് മുമ്പിൽ എത്തിയില്ലേ, അല്ലെങ്കിൽ ഫലവത്തായില്ലേ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടി വരും. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.